2015 വരെ മാലിന്യം കുന്നുകൂടിക്കിടന്ന ഒരിടം. അതിൻ്റെ പേരിൽ നാട്ടുകാരും ഈ പരിസരവാസികളുമെല്ലാം നിരന്തരം പ്രശ്നങ്ങളും അവരുടെ ദുർഗന്ധം കാരണമുള്ള പരിഭവങ്ങളുമെല്ലാം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശം. അതിപ്പോൾ ഒരു മനോഹരമായ ടർഫായി മാറ്റിയിരിക്കുകയാണ് ഏലൂർ നഗരസഭ. ഇപ്പോൾ നഗരസഭ അധ്യക്ഷൻ ചേരുന്നുണ്ട്. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ 2015 വരെ ഏലൂർ നഗരസഭയിലെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം 2015 ഭരണസമിതി, ആ ഭരണസമിതിയിലൊരു അംഗമാകാനും ഈ വാർഡിൻ്റെ കൗൺസിലറാകാനും എനിക്ക് കഴിഞ്ഞു. നമ്മൾ ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വേസ്റ്റ് ഡംപിങ് അവസാനിപ്പിച്ചു. പക്ഷേ വേസ്റ്റ് ഡംപിങ് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ മാലിന്യം ശാസ്ത്രീയപരമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ നഗരസഭയിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അതിന് 2015 അതിനൊരു പദ്ധതി തയ്യാറാക്കി. ക്ലീൻ ഏലൂർ എന്ന പദ്ധതിയാണ് അതിന് നമ്മൾ തയ്യാറാക്കിയത്. അതിലൂടെ നമ്മൾ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കുകയും ബയോ കമ്പോസ്റ്റ് ബിന്നുകൾ വീടുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വന്നു. അതുകൂടി ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ ശാസ്ത്രീയപരമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ അവബോധമായി അവർക്ക് നമ്മുടെ ഏലൂരിലെ മാലിന്യത്തെ നമുക്ക് കൃത്യമായി സംസ്കരിക്കാൻ കഴിഞ്ഞു. 2020 അധികാരത്തിൽ വന്ന പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കളമശ്ശേരിയുടെ MLA ആയി ശ്രീ P. രാജീവ്, നമ്മുടെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി വരുന്നത്. അംബേദ്കർ ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു ടർഫ് കോർട്ടിന് വേണ്ടി പണം അനുവദിക്കുന്നത്. അതിനധികം വന്ന പണം നമ്മൾ നഗരസഭ ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഇവ രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ടർഫ് കോർട്ടും ഇതോടനുബന്ധമായിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ വരുന്നുണ്ട്. മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ആ മാലിന്യം ഡംപ് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ മനോഹരമായിട്ടുള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ടർഫ് കോർട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. രാവിലെ 6 മുതൽ 8 വരെയും വൈകുന്നേരം 4 മുതൽ 9 വരെയുമുള്ള സമയങ്ങളിലായിരിക്കും ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുക. ശരത് തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.